ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വീണ്ടും 4 ആയിട്ട് നമുക്ക് തിരിക്കാം. 4 അല്ല, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിലൊരു 4 എണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ടൈപ്പ് കട്ടിങ്. കട്ടിംഗ് ഒക്കെ നമുക്ക് ഭയങ്കര പരിചയമുള്ള ഒരു ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? നാച്ചുറൽ അല്ലാത്ത രീതിയിൽ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വഴി നമ്മൾ എന്തൊക്കെയാണോ ഈ പ്ലാന്റ് പാർട്സിനെ യൂട്ടിലൈസ് ചെയ്ത് പുതിയ ഓസ്പ്രിങ്സ് ആയിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണേ, അതിനെ വിളിക്കുന്ന പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ട്. ആദ്യത്തെ മെത്തേഡ് കട്ടിങ്. കട്ടിങ്ങിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഷുഗർ കെയിൻ, റോസ്, ചൈന റോസ്, ലെമൺ, ടാമറിൻ, ബോഗൻവില്ല, ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തെയാണ് ലെയറിങ്. ലെയറിങ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യണം. ഈ ആർട്ടിഫിഷ്യൽ മെത്തേഡ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ജാസ്മിൻ, ഗുവ, ലിച്ചി, ഓറഞ്ച്, ഈ വക പ്ലാന്റ്സിലാണ് സാധാരണയായിട്ട് നമ്മൾ ലെയറിങ് ചെയ്യുക. ഓരോ പ്ലാന്റ്സിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അടുത്തത് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് നമുക്ക് ഒരുപാട് പരിചയമുള്ളതാണ്. ഒരു മാംഗോ ട്രീയിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാംഗോൻ്റെ വെറൈറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യുന്നത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. സോ ഗ്രാഫ്റ്റിംഗ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് മാംഗോ, ആപ്പിൾ, റബ്ബർ, ഇതിലൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ഒരു വെറൈറ്റി എടുത്തിട്ട് വേറെ ഒരു റൂട്ടഡ് പ്ലാന്റ്സിലേക്ക് അതിനെ കൂട്ടിച്ചേർത്ത് ചെയ്യും. നമ്മൾ ഒട്ടുമാവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഒരു മാവിൽ നിന്ന് 1, 2, 3 ടൈപ്പ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് നമുക്ക് മാംഗോ കിട്ടും. അത് ഗ്രാഫ്റ്റിംഗ് ആണ്. സോ മാംഗോ, ആപ്പിൾ, റബ്ബറിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ മെത്തേഡ് അപ്ലൈ ചെയ്യാറ്. പിന്നെയുള്ളത് ടിഷ്യൂ കൾച്ചർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ള ഡാലിയ മാത്രമല്ല എല്ലാ പ്ലാന്റ്സിലും നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യാം. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അതിൻ്റെ ബോഡിയിലെ ഏത് പാർട്ട് വേണമെങ്കിലും അതൊരു എക്സ്പെരിമെൻ്റൽ ഓർഗനായിട്ട് എക്സ്പ്ലാന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും മാക്സിമം നമ്പർ ഓഫ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. അതിൻ്റെ ടിഷ്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സെൽ ഓർ ടിഷ്യൂ യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ഹോർമോണുകളും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ കുറേ പ്ലാന്റ്സിനെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആർട്ടിഫിഷ്യലി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. ഈ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് മെത്തേഡിലൊക്കെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുവഴി അത് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏത് തരത്തിലുള്ള വെറൈറ്റി വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. നാച്ചുറൽ മെത്തേഡിനെ അപേക്ഷിച്ച് ആർട്ടിഫിഷ്യൽ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസയേർഡ് വെറൈറ്റി, നമുക്ക് ഏത് തരത്തിലുള്ള പ്ലാന്റ്സിനെയാണോ പ്ലാന്റ്സിനെയാണോ ഓസ്പ്രിങ്സിനെയാണോ വേണ്ടത് അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ മെത്തേഡിലൂടെ പറ്റും. 1, 2 അതിലധികമോ വെറൈറ്റികളെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ഡിസയേർഡ് ആയിട്ടുള്ള വെറൈറ്റീനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്.